എല്ലാവർക്കും നമസ്കാരം. ഹൃദയനിർഭരം ധ്യാനത്തിൻ്റെ ഈ 58-ാം എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടി നമുക്കായി അവതരിപ്പിക്കുന്നത് കേരള ഹാർട്ട്ഫുൾനെസ് റീജിയണൽ ഫെസിലിറ്റേറ്ററായ ശ്രീ കെ യു മോഹൻ. സ്വാഗതം മോഹനേട്ടാ. നമസ്തേ ഇന്ദു. നമ്മുടെ ഈ പരിപാടിയിൽ പതിവ് പോലെ 2 പ്രധാന ഭാഗങ്ങളാണുള്ളത്. ആദ്യം ഒരു ചോദ്യോത്തരവേളയും അതിനുശേഷം ഓഫ്ലൈനായി സത്സംഗം 9 മണി മുതൽ 9:15 വരെ സാർവലൗകിക പ്രാർത്ഥന. അപ്പോൾ നമ്മൾ ആദ്യം ഒരു സെൻറ്ററിങ് ചെയ്തതിന് ശേഷം ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ. മൃദുവായി കണ്ണുകൾ അടയ്ക്കുക. നമ്മുടെ ഹൃദയത്തിലുള്ള ദിവ്യ സാന്നിധ്യവുമായി സ്നേഹപൂർവം നമുക്ക് കണക്റ്റ് ചെയ്യാം. ഇനി ഈ ഒത്തുചേരലിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഹൃദയവുമായി സ്നേഹപൂർവം നമുക്ക് കണക്റ്റ് ചെയ്യാം. പരസ്പരം കണക്റ്റ് ചെയ്തിരിക്കുന്ന ഹൃദയനിർഭരമായ ഈ അവസ്ഥയിൽ നമുക്കൊരു പ്രാർത്ഥന ചെയ്യാം. നമ്മുടെ ഈ ഒത്തുചേരൽ എല്ലാവരുടെയും സമഗ്രമായ പുരോഗതിക്ക് അനുയോജ്യമാവട്ടെ എന്ന സങ്കല്പത്തിൽ പ്രാർത്ഥനാ നിർഭരമായി 2 മിനിറ്റ് നമുക്കിരിക്കാം. ഓക്കെ. നന്ദി മോഹനേട്ടാ. ഇനി ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്നത്തെ ചോദ്യം, ദാജിയുടെ പല സ്പീച്ചുകളിലും ദാജി അൾട്ടിമേറ്റ് സ്റ്റേറ്റിനെ കുറിച്ച് പറയുമ്പോൾ അൾട്ടിമേറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് നത്തിങ്നെസ് ആണെന്ന് പറയാറുണ്ടല്ലോ. ഒരു ആത്മീയ സാധകൻ അൾട്ടിമേറ്റ് സ്റ്റേറ്റ് അല്ലെങ്കിൽ നത്തിങ്നെസ് അഥവാ ശൂന്യത എന്നതുകൊണ്ട് എന്താണ് മനസ്സിലാക്കേണ്ടത്? അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. മനുഷ്യരാശി ഉണ്ടായ കാലം മുതൽ മനുഷ്യൻ ചിന്തിക്കുന്നതാണ് ഈ പ്രപഞ്ചം എന്തുകൊണ്ടുണ്ടാക്കി എന്നുള്ളത്. ഇപ്പോൾ സയൻസ് അതിന് ഉത്തരം പറയണത് എന്താ? മാറ്ററാണ്, മോളിക്യൂൾ, ആറ്റംസ്, പാർട്ടിക്കിൾസ്, അങ്ങനെയാണ് ശാസ്ത്രം പറയുന്നത്. ഈ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നോക്കുമ്പോൾ അത് പാർട്ടിക്കിളും നമ്മൾ നോക്കാത്തപ്പോൾ അത് വേവായിട്ട് ഡിസപ്പിയർ ചെയ്യും. അതായത് ചില സമയത്ത് അപ്പിയർ ചെയ്യും, ചില സമയത്ത് ഡിസപ്പിയർ ചെയ്യും. എവിടെ? ശൂന്യതയിൽ. അപ്പോൾ ശൂന്യതയാണ് നമ്മുടെ ഉറവിടം എന്ന് ശാസ്ത്രം അടുത്ത കാലത്ത് തെളിയിച്ചിട്ടുണ്ട്. ആത്മീയ ശാസ്ത്രങ്ങൾ വളരെ മുമ്പേ ഉപനിഷത്ത് കാലഘട്ടങ്ങളിൽ തന്നെ തെളിയിച്ചു കഴിഞ്ഞത്. അപ്പോൾ ശൂന്യത എന്ന് പറയുന്നത് നമ്മുടെ ഉറവിടമാണ്. അതിൽ
പ്രൊജക്ഷനാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ മാറ്റർ, അതുപോലെ മോളിക്യൂൾ, ആറ്റം, പാർട്ടിക്കിൾസ് എന്നൊക്കെ പറയുന്നത് പ്രൊജക്ഷനാണ്. ചില സമയത്ത് അത് അപ്പിയർ ചെയ്യും, ചില സമയത്ത് ഡിസപ്പിയർ ചെയ്യും. അവിടെ ശൂന്യതയിൽ. ഇതിനെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് ന്യൂറോ സയൻറ്റിസ്റ്റ്, അതുപോലെ ഒരു ഫിലോസഫറായിട്ടുള്ള ഡേവിഡ് ചാമസ് എന്ന് പറഞ്ഞിട്ട്, അദ്ദേഹം ഒരു ഓസ്ട്രേലിയൻ ന്യൂറോ സയൻറ്റിസ്റ്റാണ്, ഫിലോസഫറാണ്. അദ്ദേഹം അതിനെ ഹാർഡ് പ്രോബ്ലം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയും. അതായത് ബോധത്തിൻ്റെ കഠിനമായ പ്രശ്നം. എന്താണ് ഈ കഠിനമായ പ്രശ്നം? അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പം നമ്മളൊരു പൂവ് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും വസ്തു കാണണം, ഒരു പൂവ് കാണണം. എങ്ങനെയാണ് അത് കാണുന്നത്? അതിനുള്ള പ്രകാശം നമ്മുടെ കണ്ണിൽ തട്ടി അത് നമ്മുടെ തലച്ചോറിൽ പോയിട്ട് ഒരു വൈദ്യുത കാന്തിക തരംഗം സൃഷ്ടിക്കും. നമ്മുടെ ബ്രെയിനിൽ നോക്കിക്കഴിഞ്ഞാൽ പൂവൊന്നും ഉണ്ടാവില്ലല്ലോ. എന്ന് മാത്രമല്ല, ബ്രെയിനുള്ളിൽ കൂടെ ഒരു കത്തി കൊണ്ട് വരച്ചാൽ തന്നെ ബ്രെയിനിന് വേദനയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് അല്ലെങ്കിൽ വൈദ്യുത കാന്തിക തരംഗം തലച്ചോറിന് എങ്ങനെ ഒരു വ്യക്തിപരമായ അനുഭവമായിട്ട് നമുക്ക് പൂവായിട്ട് മാറണം എന്നുള്ളത് ശാസ്ത്രത്തിന് ഇതുവരെ തെളിയിക്കാൻ പറ്റിയിട്ടില്ല. അതിനാണ് അദ്ദേഹം ഹാർഡ് പ്രോബ്ലം ഓഫ് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ബോധത്തിൻ്റെ കഠിനമായ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴുള്ള ലേറ്റസ്റ്റ് ധാരണ എന്താണെന്ന് വെച്ചാൽ, കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ബോധം എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ റിയാലിറ്റി അല്ലെങ്കിൽ അടിസ്ഥാനമായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് ഈ ക്വാണ്ടം ഫീൽഡാണ്, ശൂന്യതയാണ്. അവിടെ പാർട്ടിക്കിൾസ് അപ്പിയർ ചെയ്യുന്നു, ഡിസപ്പിയർ ചെയ്യുന്നു, മാനിഫെസ്റ്റ് ചെയ്യുന്നു, അൺമാനിഫെസ്റ്റ് ചെയ്യുന്നു. അതാണ് നമ്മുടെ ഉറവിടം. അതാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ശാസ്ത്രവും ആത്മീയതയും ഒരേ ഡയറക്ഷനിലെത്തി നിൽക്കുകയാണ്. ഇത് ഹാർട്ട്ഫുൾനെസ്സിൽ നമ്മൾ ട്രാൻസ്മിഷനോട് കൂടിയിട്ടുള്ള ധ്യാനത്തിൽ ഓരോ സിറ്റിങ്ങിലും ഇത് നമുക്ക് അനുഭവവേദ്യമാകും. അപ്പോൾ ഇത് എന്തു പറഞ്ഞ പോലെ മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ അനുഭവവേദ്യമാണ്. വളരെ എളുപ്പമാണ്. എന്താ കാരണം? മനുഷ്യനോട് കണക്ട് ചെയ്ത് പറഞ്ഞാൽ, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ, ഈ ശൂന്യത എന്ന് പറയുന്നത്, നത്തിങ്നെസ് എന്ന് പറയുന്നത് ഈഗോലെസ്നെസ് ആണ്. നമ്മുടെ അഹം എന്നുള്ള ഭാവം ശുദ്ധീകരിച്ച് സൂക്ഷ്മമായി പരിശുദ്ധമായിട്ടുള്ള വിനയം അല്ലെങ്കിൽ ഈഗോലെസ്നെസ് ആയി വരുന്ന അവസ്ഥയാണ് ഈ നത്തിങ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ നമുക്കിത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഓരോ സിറ്റിങ്ങിലും നമുക്കത് അനുഭവവേദ്യമാകും. അപ്പോൾ ഈഗോലെസ്നെസ് ആണ് ഈ ശൂന്യത അല്ലെങ്കിൽ നത്തിങ്നെസ് എന്ന് പറയുന്നത്. ബാബുജി മഹാരാജ് ഈ ഈഗോ, ഞാൻ പറഞ്ഞത്, സൂക്ഷ്മമാവുന്ന 5 സ്റ്റേജുകളിലൂടെ കടന്നുപോയി അത് അതിസൂക്ഷ്മമാവുന്ന അവസ്ഥയെക്കുറിച്ച് ബാബുജി മഹാരാജ് കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് രാമചന്ദ്ര വോളിയം 1 അതിൽ പറയുന്നുണ്ട്. ഈഗോവിൻ്റെ 5 സ്റ്റേജുകൾ. അദ്ദേഹം പറയണത് എന്താണെന്ന് വെച്ചാൽ, ഈഗോയുടെ ആദ്യത്തെ സ്റ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ആധ്യാത്മിക സാധനയും മെഡിറ്റേഷൻ ഒന്നും ചെയ്യാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ ബോധം ശരീരത്തിലാണ്. അപ്പം ശരീരമാണ് എല്ലാം ചെയ്യുന്നത് എന്നുള്ള അനുഭവത്തിലാണ് അദ്ദേഹം ഉള്ളത്. ഇനി നമ്മൾ നമ്മുടെ ജീവിത ലക്ഷ്യം മുൻനിർത്തി നമ്മുടെ ഉള്ളിലേക്ക് ആത്മപരിശോധന അല്ലെങ്കിൽ ധ്യാനം തുടങ്ങുന്ന സമയത്ത്, പ്രത്യേകിച്ചും നമ്മൾ ട്രാൻസ്മിഷൻ കൊള്ളുമ്പോൾ നമ്മുടെ അനുഭവം മാറും. നമുക്ക് തോന്നുന്നു നമ്മുടെ മനസ്സാണ് അത് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ദിവ്യത്വം എന്നുള്ള അനുഭവം കിട്ടുമ്പോൾ അതിനോട് ഗുരുവിനോട് നന്ദി ബോധം വരുമ്പോൾ മാസ്റ്ററാണ് ഇത് ചെയ്യുന്നത് നമുക്ക് തോന്നും. അതാണ് ഈഗോവിൻ്റെ കുറച്ചും കൂടി സൂക്ഷ്മമായ രണ്ടാമത്തെ സ്റ്റേജ്. ആദ്യം ശരീരമാണ് എല്ലാം ചെയ്യുന്നത് തോന്നുന്നു, രണ്ടാമത് മനസ്സാണ് അല്ലെങ്കിൽ മാസ്റ്ററാണ്, ഗുരുവാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. പലപ്പോഴും അത് അഭ്യാസീസൊക്കെ പറയുകയും ചെയ്യും അങ്ങനെ. ഇനി ഈഗോവിൻ്റെ മൂന്നാമത്തെ സ്റ്റേജിലേക്ക് വന്നാൽ, ശരീരമല്ല, മനസ്സുമല്ല,
മാസ്റ്ററും അല്ല, എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നടക്കണമെന്നുള്ളൊരു ഫീലിംഗ് വരും. ഒരു പ്രയത്ന ശിഥിലീകരണം, ഓട്ടോമാറ്റിസം. അനായാസം എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. അതും നമ്മുടെ ഇടയ്ക്ക് പലപ്പോഴും അഭ്യാസിച്ച് പറയാറുണ്ട്, എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നു. അത് ഈഗോയിൻ്റെ മൂന്നാമത്തെ സ്റ്റേജാണ്. ഇനി 4ാമത്തെ സ്റ്റേജ് ബാബുജി മഹാരാജ് പറയുന്നത്, അതായത് അദ്ദേഹം പറയുന്നത്, നമ്മൾ രാത്രി ഉറങ്ങാൻ കിടക്കുന്നു, ഉറക്കത്തിൽ നമ്മൾ കൊതുക് കടിക്കുന്നു, ഉറക്കത്തിൽ തന്നെ നമ്മൾ അതിനെ തട്ടിക്കളയുന്നു, നമ്മൾ ഉണരുന്നില്ല. രാവിലെ എഴുന്നേറ്റ് നമ്മൾ പുതപ്പിൽ കൊതുകിൻ്റെ ഈ രക്തത്തിൻ്റെ പാട് കാണുമ്പോഴാണ് വിചാരിക്കുക, രാത്രിയിൽ എന്നെ കൊതുക് കടിച്ചിരുന്നു, ഉറക്കത്തിൽ തന്നെ ഞാൻ തട്ടിക്കളഞ്ഞു. അപ്പോൾ ഞാനാണ് ചെയ്യുന്നത്, പക്ഷേ ഞാനാണ് ചെയ്യുന്നതിനുള്ള ബോധമില്ല. അത് ഈഗോൻ്റെ 4ാമത്തെ സ്റ്റേജാണ്. കുറച്ചും കൂടി സൂക്ഷ്മമായിട്ടുള്ള അവസ്ഥയാണ്. ഞാൻ ചെയ്യുന്നു, പക്ഷെ ഞാൻ ചെയ്യുന്നു എന്നുള്ള ബോധമില്ലാത്ത. 5ാമത്തെയും അവസാനത്തെയുമായിട്ടുള്ള അതിസൂക്ഷ്മമായിട്ടുള്ള അവസ്ഥ ബാബുജി മഹാരാജ് പറയുന്നത്, അതായത് ഈഗോ എന്ന് പറയുന്നത് നമ്മുടെ ഐഡൻറ്റിറ്റി ആയിട്ട് മാറുന്നു. ഞാൻ നിലനിൽക്കുന്നു എന്നുള്ള ബോധമായിട്ട് അതിസൂക്ഷ്മമാവുന്നു. എന്തിനാണ് ഐഡൻറ്റിറ്റി നിലനിർത്തുന്നത്? ഗുരുവിൻ്റെ ആജ്ഞകൾ അനുസരിക്കാനാണ്. അതിനുവേണ്ടി മാത്രമാണ് ഈ ഐഡൻറ്റിറ്റി. ആജ്ഞകളില്ലാത്ത സമയത്ത് പരിപൂർണ നിഷ്ക്രിയനായി. അതാണ് ഈഗോൻ്റെ 5ാമത്തെ അവസാനത്തെ അവസ്ഥ. അതിനാണ് ഈഗോലെസ്നെസ്, അല്ലെങ്കിൽ ബാബുജി മഹാരാജ് ഇൻസിഗ്നിഫിക്കൻസ്, ശൂന്യത എന്ന് പറയുന്നത്. ഹനുമാൻജിയുടെ അവസ്ഥ എന്ന് അദ്ദേഹം പറയും. അദ്ദേഹത്തിൻ്റെ പ്രഭുവിൻ്റെ നിർദ്ദേശം വരുമ്പോൾ മാത്രമേ അദ്ദേഹം പ്രവർത്തിക്കുള്ളൂ, അല്ലാത്ത സമയത്ത് നിഷ്ക്രിയനാണ്. ബാബുജി മഹാരാജും അങ്ങനെയാണ്. അദ്ദേഹം ഒരു ചാരു കസേരയിൽ ചുരുണ്ടിരിക്കുന്നുണ്ടാവും. പെട്ടെന്നാണ് അദ്ദേഹം എഴുന്നേറ്റ് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ പറയും, ലാലാജി മഹാരാജിൻ്റെ നിർദ്ദേശം ഇപ്പോഴാണ് വന്നത്. അല്ലാത്ത സമയത്ത് അദ്ദേഹം നിഷ്ക്രിയനാണ്. അപ്പോൾ പ്രപഞ്ചനാഥനായ പ്രഭുവിൻ്റെ മുന്നിൽ ഞാൻ എത്ര നിസ്സാരൻ എന്നുള്ള ആ ഈഗോലെസ്നെസ് അല്ലെങ്കിൽ ശൂന്യത, ഇൻസിഗ്നിഫിക്കൻസ് ആണ് 5ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി പതഞ്ജലി മഹർഷി ഈഗോനെ വേറൊരു രീതിയിൽ പ്രസന്റ് ചെയ്യുന്നു യോഗസൂത്രങ്ങളിൽ. അദ്ദേഹം പറയണത്, ജീവിത ലക്ഷ്യം നേടിയെടുക്കാൻ തടസ്സമായി നിൽക്കുന്ന 5 ക്ലേശങ്ങളെ കുറിച്ച് അദ്ദേഹം പറയും. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈഗോ, അല്ലെങ്കിൽ അതിന് അസ്മിത എന്നാണ് പറയുന്നത്. അപ്പോൾ ജീവിത ലക്ഷ്യം നേടിയെടുക്കാൻ തടസ്സമായിട്ടുള്ള 5 ക്ലേശങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ അവിദ്യ, പിന്നെ അസ്മിത, പിന്നെ രാഗം, ദ്വേഷം, അഭിനിവേശം. ഇതെല്ലാം ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് പോകണം, പരസ്പരം കണക്റ്റഡ് ആണ്. അതായത് അവിദ്യയിൽ നിന്നാണ് തുടക്കം. അവിദ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഗ്നോറൻസ്, അജ്ഞത. എന്താണ് അജ്ഞത? എൻ്റെ യഥാർത്ഥ സ്വരൂപം ദിവ്യത്വമാണ്, അനന്തതയാണ്, അശൂന്യതയാണെന്ന് മനസ്സിലാക്കാത്ത അവസ്ഥ, സ്വരൂപജ്ഞാനമില്ലാത്ത അവസ്ഥ, അജ്ഞത. ആ അജ്ഞതയിൽ നിന്ന് അടുത്ത സ്റ്റേജ് വരുന്നു എന്താ? അസ്മിത. അസ്മിത പറഞ്ഞാൽ ഈഗോ. നമ്മൾ പെൺകുട്ടികൾക്ക് പേര് സ്മിത എന്ന് പേരിടുന്ന കേട്ടിട്ടുണ്ട്, പക്ഷെ അസ്മിത എന്ന് പേരിടില്ല. സ്മിത എന്ന് വെച്ചാൽ വിനയം എന്നാണ്, അസ്മിത വെച്ചാൽ അഹങ്കാരം എന്നാണ്. അപ്പോൾ അവിദ്യയാണ് അസ്മിതയ്ക്ക് കാരണം. അതായത് അജ്ഞതയാണ് അഹങ്കാരത്തിന് കാരണം. അതുകൊണ്ട് ദാജി പറയാറുണ്ട്, പ്രകാശത്തിൻ്റെ അസാന്നിധ്യത്തെ നമ്മൾ അന്ധകാരം എന്ന് പറയും. ബോധത്തിൻ്റെ അല്ലെങ്കിൽ വിവേകത്തിൻ്റെ അഭാവത്തെയാണ് നമ്മൾ ഈഗോ എന്ന് പറയുന്നത്. അത് ഈ അർത്ഥത്തിലാണ്. അവിദ്യയാണ് നമ്മളിൽ അസ്മിത ഉണ്ടാക്കുന്നത്. അസ്മിത വന്നാൽ എന്താ സംഭവിക്കുക? അതായത് ഈഗോ വരുമ്പോൾ, ഈഗോ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇല്ലാത്തതാണ്. അപ്പോൾ അതിന് ഉണ്ടെന്ന് തോന്നലുണ്ടാവണമെങ്കിൽ ചില സാധനങ്ങൾ അതിനോട് ചേർത്ത് പിടിക്കണം, ചിലതിനെ നിരാകരിക്കണം. അങ്ങനെയാണ് ഇഷ്ടാനിഷ്ടങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ ഉണ്ടാവുക. അതിന് രാഗദ്വേഷങ്ങൾ എന്ന് പറയും.
അപ്പോൾ അവിദ്യയിൽ നിന്ന് അസ്മിത, അസ്മിതയിൽ നിന്ന് രാഗദ്വേഷങ്ങൾ, ഇഷ്ടാനിഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ. ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടായാലോ ആ ഇഷ്ടാനിഷ്ടങ്ങൾ പൂർത്തീകരിക്കാൻ, രാഗദ്വേഷങ്ങൾ പൂർത്തീകരിക്കാൻ ശരീരത്തിനോട് ഒട്ടിപ്പിടിച്ച് നിൽക്കണം. ശരീരം വേണം. അപ്പോൾ ശരീരത്തിൽ നിന്ന് വിടാൻ നമ്മൾ തയ്യാറില്ല. ശരീരത്തിൽ നിന്ന് വിടാൻ പേടിയാണ്. അതിനാണ് നമ്മൾ മരണഭയം എന്ന് പറയുന്നത്. അഭിനിവേശം. അഭിനിവേശം എന്ന് പറഞ്ഞാൽ മരണഭയം എന്നർത്ഥം. അപ്പോൾ അവിദ്യ, അതിൽ നിന്ന് അജ്ഞത, അതായത് അതിൽ നിന്ന് അസ്മിത, ഈഗോ, എന്ന് രാഗദ്വേഷങ്ങൾ, എന്ന് അഭിനിവേശം. അപ്പോൾ ഇതാണ് 5 ക്ലേശങ്ങളായിട്ട് പതഞ്ജലി മഹർഷി പറയുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒന്ന് അസ്മിത അല്ലെങ്കിൽ ഈഗോ എന്നാണ്. ഇനി ബാപ്പുജി മഹാരാജിൻ്റെ സത്യോദയം എന്നുള്ള പുസ്തകം നമ്മൾ വായിച്ചാൽ അതിൻ്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം വിപ്ലവകരമായ ഒരു പ്രസ്താവന ഇറക്കുന്നുണ്ട്. മതം അവസാനിക്കുമ്പോൾ ആത്മീയത തുടങ്ങുന്നു എന്നാണ്. ആത്മീയത അവസാനിക്കുമ്പോൾ യാഥാർത്ഥ്യം തുടങ്ങും. യാഥാർത്ഥ്യം അവസാനിക്കുമ്പോൾ അനുഭൂതി അല്ലെങ്കിൽ ബ്ലിസ് തുടങ്ങും. അനുഭൂതിയും ബ്ലിസ്സും അവസാനിക്കുമ്പോഴാണ് പരമമായ ശൂന്യത, നത്തിങ്നെസ്, അല്ലെങ്കിൽ നമ്മൾ ഉറവിടത്തിലേക്ക് നീങ്ങുന്നത് എന്ന് അദ്ദേഹം പറയുന്നത്. ഇത് വിപ്ലവകരമായ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയാൻ കാരണം 1945 കാലഘട്ടത്തിലാണ് മതം, ജാതി, വർണ്ണം, വർഗത്തിൻ്റെ അതിപ്രസരം കൊണ്ട് സമൂഹം മലീമസമായിരിക്കുന്ന അവസ്ഥയിലാണ് അദ്ദേഹം ഈ പ്രസ്താവന നടത്തുന്നത്. മതം അവസാനിക്കുമ്പോൾ ആത്മീയത തുടങ്ങുന്നു. ഇപ്പോൾ തുടക്കത്തിൽ ഇത് വായിക്കുമ്പോൾ നമുക്കൊരു ഒന്നും പിടികിട്ടില്ല. പിന്നീടാണ് നമുക്ക് മനസ്സിലാവുക എന്താണ് മതം അവസാനിക്കുമ്പോൾ ആത്മീയത തുടങ്ങുന്നു എന്ന് പറഞ്ഞ അർത്ഥം. ഇപ്പോൾ മതം എന്താണെന്ന് നമ്മൾ അറിയണം. മതം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ ധർമ്മങ്ങൾ. ധർമ്മം എന്നുള്ള അർത്ഥത്തിലാണ് ആദ്യം മതം വന്നത്. ഹിന്ദു ധർമ്മം, ക്രിസ്തു ധർമ്മം, ഇസ്ലാം ധർമ്മം. ഓരോ മതത്തിലും ഓരോ ധർമ്മങ്ങൾ വ്യത്യസ്തമാണ്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വ്യത്യാസം. പക്ഷേ ഈ മതം, ഈ റിലീജിയൻ എന്നുള്ള വാക്ക് നോക്കിക്കഴിഞ്ഞാൽ റീലീജിയൻ ആണ്. റീലിഗാറെ, ലിഗ്മെന്റ്, ലീജിയൻ, ലിഗാറെ, ഇങ്ങനെയാണ് ഈ വാക്ക് കണക്ട് ചെയ്തത്. റീകണക്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ജീവാത്മാവിനെ പരമാത്മാവുമായി കണക്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ്, മനുഷ്യനെ ഈശ്വരനുമായി കണക്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് മതങ്ങളെല്ലാം വന്നിട്ടുള്ളത്, ധർമ്മങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. അപ്പം ആ അർത്ഥത്തിൽ മതത്തിൻ്റെ എസെൻസ് അല്ലെങ്കിൽ സ്പിരിറ്റ് എന്ന് പറയുന്ന ഒന്നാണ്. ആ സ്പിരിറ്റ് ഒന്നായതുകൊണ്ടാണ് അതിനെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അതായത് മതത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവസാനിച്ച് ആ ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെ എസെൻസ് അല്ലെങ്കിൽ സ്പിരിറ്റ് നമുക്ക് അനുഭവവേദ്യമാകുന്ന അവസ്ഥയാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം മതം അവസാനിക്കുമ്പോൾ ആത്മീയത തുടങ്ങുന്നു എന്ന് പറയാൻ കാരണം. ഇനിയോ ആത്മീയത അവസാനിക്കുമ്പോൾ യാഥാർത്ഥ്യം തുടങ്ങുന്നു. അടുത്ത സ്റ്റേറ്റ്മെന്റ്. അതിൻ്റെ അർത്ഥം എന്താണ്? ആത്മീയത എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ അനുഭവങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ധ്യാനം തുടങ്ങുമ്പോൾ ഹൃദയത്തിലെ ദിവ്യപ്രകാശം എന്നുള്ള ചിന്ത നമ്മൾ വെച്ചു. ദിവ്യത്വത്തിൻ്റെ അനുഭവം നമുക്ക് ട്രാൻസ്മിഷനോട് കൂടി കിട്ടുമ്പോൾ നമുക്ക് സമാധിയിൽ പോകുന്നു. അപ്പോൾ നമുക്ക് ദിവ്യ അനുഭവം കിട്ടി. അതായത് ചിന്ത അനുഭവമായിട്ട് മാറി. അതായത് മതം ആത്മീയതയായിട്ട് മാറുന്നു. ഇനി അനുഭവം അവസാനിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഈ അനുഭവങ്ങൾ കുറേ കഴിയുമ്പോൾ നമുക്ക് മതിയാവും. ദിവ്യ അനുഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാവണം. അപ്പോൾ ദിവ്യത്വം തന്നെ, ഇടയ്ക്കിടയ്ക്കുള്ള അനുഭവങ്ങളല്ല, ദിവ്യത്വം തന്നെ ആയിത്തീരണം എന്നുള്ള അഭിലാഷം നമ്മുടെ ഉള്ളിലുണ്ടാവും. രാജീവന് ഉദാഹരണം പറയാ, നമ്മൾ നമ്മുടെ ധനികനായിട്ടുള്ളൊരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ആതിഥ്യം സ്വീകരിച്ചു 3 മാസത്തേക്ക്. അദ്ദേഹത്തിൻ്റെ കൂടെ സുഖമായിട്ട് താമസിച്ചു. ഈ 3 മാസം ആതിഥ്യം സ്വീകരിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള അഭിലാഷം എന്തായിരിക്കും? എൻ്റെ സുഹൃത്തായ ധനികനേക്കാൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അത്ര തന്നെ ധനികനായിരുന്നു ഞാനെങ്കിൽ എന്നല്ല ആഗ്രഹിക്കുക. അതായത് ധനികത്വം എന്നുള്ളതിൻ്റെ അനുഭവത്തിൽ നിന്ന് ധനികൻ തന്നെ ആയിത്തീരണം തോന്നി. അതുപോലെ ദിവ്യത്വത്തിൻ്റെ അനുഭവത്തിൽ നിന്ന്
ദിവ്യത്വം തന്നെ ആയിത്തീരണം എന്നുള്ള അഭിലാഷം. അതിനാണ് അദ്ദേഹം ആത്മീയത അവസാനിക്കുമ്പോൾ യാഥാർത്ഥ്യം തുടങ്ങുന്നു. ആ ദിവ്യത്വത്തിൽ നമ്മൾ ആ അനുഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ യാഥാർത്ഥ്യത്തിലാണ്. അപ്പോൾ ആ യാഥാർത്ഥ്യത്തിൽ നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ യാഥാർത്ഥ്യം നമ്മൾക്കൊരു കിക്ക് തരും. അതാണ് അനുഭൂതി അല്ലെങ്കിൽ സച്ചിദാനന്ദം. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അനുഭൂതി അവസാനിക്കുമ്പോഴാണ് ഈ ആത്മീയത യാഥാർത്ഥ്യം അവസാനിക്കുമ്പോഴാണ് അനുഭൂതി തുടങ്ങണമെന്ന് പറയും. അതായത് ദിവ്യത്വം എന്നുള്ള അനുഭവത്തിൽ നിന്ന് നമ്മൾ അനുഭൂതിയിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ആനന്ദത്തിലേക്ക് വരുന്നു, സച്ചിദാനന്ദത്തിലേക്ക് വരുന്നു. ഇതിനെയാണ് നമ്മൾ സച്ചിദാനന്ദം എന്ന് പറയുന്നത്, നമ്മുടെ തലയിലെ മേലെയുള്ള SDK എന്നുള്ള പോയിന്റ്. അപ്പോൾ അവിടെ എത്തുന്നതോട് കൂടിയിട്ട് സാധാരണ ആത്മീയ സമ്പ്രദായങ്ങളൊക്കെ അവസാനിക്കുക. സാധാരണ ആത്മീയ സമ്പ്രദായങ്ങളിൽ 7 ചക്രങ്ങൾ നമുക്കറിയാം. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രദള പത്മം. അവിടെ നമുക്ക് അനുഭൂതിയാണ് അനുഭവപ്പെടുക, ആനന്ദം, സച്ചിദാനന്ദമാണ്. സച്ചിത് ആനന്ദമാണ്, എക്സിസ്റ്റൻസ്, കോൺഷ്യസ്നസ്, ബ്ലിസ്. എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നിലനിൽപ്പ്, കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞാൽ ബോധം, ബ്ലിസ് എന്ന് പറഞ്ഞാൽ അനുഭൂതി. ഞാൻ നിലനിൽക്കുന്നു എന്നുള്ള ബോധം എനിക്ക് അനുഭൂതി തരുന്നു. അതാണ് നമുക്ക് അവിടെ അനുഭവപ്പെടുക. അവിടെ സാധാരണ ആത്മീയ സമ്പ്രദായങ്ങൾ അവസാനിക്കുന്നു. ഈ അനുഭൂതി വിടാൻ തയ്യാറാവില്ല. ബാബുജി മഹാരാജ് പറഞ്ഞു ഈ സച്ചിദാനന്ദവും അതിന് താഴെയുള്ള എല്ലാ ചക്രങ്ങളും അതിൻ്റെ അനുഭവങ്ങളും കേന്ദ്രത്തിൻ്റെ ഉപോൽപ്പന്നങ്ങളാണ് ലക്ഷ്യത്തിൻ്റെ. അതുകൊണ്ടാണ് ഹാർട്ട്ഫുൾനെസ്സിൽ 10ാമത്തെ ചക്രമാണ് SDK. അത് കഴിഞ്ഞാൽ 11, 12, 13 3 ചക്രങ്ങൾ കൂടിയുണ്ട്. 13ാമത്തെ ചക്രം കേന്ദ്രമണ്ഡലം, അവിടെ 7 വലയങ്ങളുണ്ട്. അത് പറയാൻ കാരണം അനുഭൂതി മറ്റെല്ലാ ചക്രങ്ങളുടെ അനുഭവങ്ങളും കേന്ദ്രത്തിൻ്റെ ഉപോൽപ്പന്നമാണ്. അപ്പോൾ അത് ഇനിയും മുന്നോട്ട് പോകാനുള്ളത്. അതുകൊണ്ടാണ് ബാബുജി മഹാരാജ് പറയുന്നത് അനുഭൂതി അവസാനിക്കുമ്പോഴാണ് നിതാന്ത ശൂന്യത, നമ്മൾ ഉറവിടത്തിലേക്ക് നീങ്ങുന്നത്. ഈ ഉറവിടത്തിനെയാണ് നമ്മൾ നത്തിങ്നെസ് അല്ലെങ്കിൽ ഈഗോലെസ്നെസ്, ശൂന്യത എന്ന് പറയുന്നത്. ഈ ശൂന്യത എന്ന് പറഞ്ഞാൽ എൻ്റെ പോക്കറ്റ് ശൂന്യമാണെന്ന് പറയുന്ന പോലെയല്ല. പിന്നെയോ എല്ലാ സാധ്യതകളും അന്തർലീനമായിരിക്കുന്ന ശൂന്യതയാണത്. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ക്വാണ്ടം ഫിസിക്സിലെ ക്വാണ്ടം ഫീൽഡ്, അവിടെ പാർട്ടിക്കിൾസ് അപ്പിയർ ചെയ്യുന്നു, ഡിസപ്പിയർ ചെയ്യുന്നു. അപ്പോൾ അത് പൊട്ടൻഷ്യാലിറ്റി ടു പോസിബിലിറ്റി ടു ആക്ച്വാലിറ്റി എന്ന് പറയാം ക്വാണ്ടം ഫിസിക്സിൽ. അതായത് ഈ സാധ്യതകൾ മുഴുവൻ അന്തർലീനമായിരിക്കുന്നു. ചിലപ്പോൾ അത് പ്രകടമാവും, ചിലപ്പോൾ പ്രകടമാവില്ല. ചിലപ്പോൾ അപ്പിയർ ചെയ്യും, ചിലപ്പോൾ ഡിസപ്പിയർ ചെയ്യും. അപ്പോൾ അനന്ത സാധ്യതകളാണ് അവിടെ. അതെല്ലാം ഉറങ്ങിക്കിടക്കുന്നു, ചില സമയത്ത് ഉണർന്നു വരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ശൂന്യതയാണത്. എല്ലാ സാധ്യതകളും അന്തർലീനമായിരിക്കുന്ന ശൂന്യത. ദാജി അതിനെ മറ്റൊരു രസകരമായ രീതിയിൽ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറയും. അദ്ദേഹം പറയുക, നമ്മളിപ്പോൾ കൊച്ചിയിൽ നിന്ന് ബോംബെയിലേക്ക് യാത്ര ചെയ്യുമെന്ന് വിചാരിക്കുക. നടന്നു പോവുകയാണെങ്കിൽ 1-2 മാസം എടുക്കും അല്ലേ? ഫ്ലൈറ്റിൽ പോവുകയാണെങ്കിൽ 2 മണിക്കൂർ കൊണ്ടെത്താം. ഇനി നമ്മുടെ ഫ്ലൈറ്റ് പ്രകാശവേഗത്തിൽ പോകണമെങ്കിലോ നമ്മൾ പുറപ്പെടുമ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ടാവും അല്ലേ? അതായത് കൊച്ചിയിലും ബോംബെയിലും നമ്മൾ ഒരേ സമയത്ത് ഉണ്ടാവും. അതിലേ കാണിക്കുന്നത്. അപ്പോൾ പ്രകാശത്തിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ചില കണികകളെക്കുറിച്ച് ഇപ്പോൾ ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്. ടാക്കിയോൺ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ടാക്കിയോൺ പാർട്ടിക്കിൾസ് പ്രകാശത്തിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നു. രാജി പറയുക, നിങ്ങൾ നിങ്ങളുടെ ഫ്ലാറ്റിലിരിക്കുക എന്ന് വിചാരിക്കുക. നിങ്ങൾ ബെഡ്റൂമിലിരിക്കുന്നു. നിങ്ങളുടെ അമ്മ അടുക്കളയിൽ എന്തോ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. അമ്മയ്ക്ക് ഈ ടാക്കിയോൺ പാർട്ടിക്കിൾസിൻ്റെ സ്പീഡിൽ യാത്ര ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ ആ ചെറിയ ഫ്ലാറ്റിൽ എല്ലാ റൂമിലും അമ്മയുടെ സാന്നിധ്യം ഉണ്ടാവും അല്ലേ?
അതിനെയാണ് നമ്മൾ സർവ്വവ്യാപി സർവശക്തൻ എന്നൊക്കെ ഈശ്വരനെ കുറിച്ച് പറയും. അതുപോലെയാണ് ഈ ശൂന്യത. അതായത് എല്ലാ സാധ്യതകളും അതിൽ അന്തർലീനമായിരിക്കും. ചിലപ്പോൾ അപ്പിയർ ചെയ്യണു, ചിലപ്പോൾ ഡിസപ്പിയർ ചെയ്യുന്നു. അതാണ് നമ്മുടെ ഉറവിടം അല്ലെങ്കിൽ നത്തിങ്നെസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വേദങ്ങൾ നേതി 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 എന്ന് പറഞ്ഞത്. അതായത് എന്താ നേതി 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 എന്ന് പറഞ്ഞാൽ ഇതല്ല 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 എന്ന് പറയാം. അതായത് ആത്യന്തികമായ ദിവ്യാവസ്ഥ അതിനോട് താരതമ്യപ്പെടുത്താൻ സൃഷ്ടിയിലെ ഒന്നിനും സാധ്യമല്ല. ഇപ്പം നമ്മൾ സൃഷ്ടിക്കപ്പെട്ട ഒരു വസ്തുവിനെ നോക്കിയിട്ട് ഇതാണ് ദിവ്യത്വം എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല, അല്ലെങ്കിൽ അതാണ് ദിവ്യത്വം എന്ന് പറയാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് നേതി നേതി എന്ന് പറയുന്നത്. ബാബുജി മഹാരാജ് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് എല്ലാത്തിനെയും ട്രാൻസെൻഡ് ചെയ്യുന്നു. ഈ അതികടക്കുന്ന അവസ്ഥയാണത്, ഈ ശൂന്യത എന്ന് പറയുന്നത്. ഇനി ഹാർട്ട്ഫുൾനെസ്സിൽ നമുക്ക് ഓരോ ചക്രങ്ങളിലും ഇത് അനുഭവിക്കാൻ കഴിയും. ഉദാഹരണത്തിന് നമ്മൾ ഫസ്റ്റ് പോയിന്റിൽ ഒന്നാമത്തെ ചക്രത്തിലെത്തി എന്ന് വിചാരിക്കുക. ഇതിനാണ് നമ്മൾ AEIOU എന്നുള്ള സ്റ്റെപ്പ് ഓരോ സിറ്റിങ്ങിന് ശേഷം നമ്മൾ പരിശീലിക്കുന്നു. നമുക്ക് കിട്ടിയിട്ടുള്ള ആ ദിവ്യാവസ്ഥ സ്വാംശീകരിച്ച് വികസിപ്പിച്ച് അതിൽ ലയിക്കുന്നത്. വേറെ രീതിയിൽ അതിനെ പറയും സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സായുജ്യം. ഉദാഹരണത്തിന് ഒന്നാമത്തെ പോയിന്റിൽ നമ്മൾ എത്തി. ഇപ്പൊ സാലോക്യം, ആ ലോകത്തിലെത്തി. പിന്നെ സാമീപ്യം, അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് നമ്മൾ ആ ചക്രത്തിൻ്റെ ഉള്ളിലേക്ക്. അതാണ് സാമീപ്യം. ആ ചക്രവുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്നതാണ് സാരൂപ്യം. അതിൽ ലയിക്കുന്നു, അതാണ് സായുജ്യം. ആ സായുജ്യമാണ് നത്തിങ്നെസ് അല്ലെങ്കിൽ ശൂന്യത അല്ലെങ്കിൽ ഈഗോലെസ്നെസ് എന്ന് പറയുന്നത്. അത് എല്ലാ ചക്രത്തിലും നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഓരോ ചക്രത്തിലും ഈ നത്തിങ്നെസ് വ്യത്യസ്തമാണ്. ഇനി ഇതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞു, ഹൃദയമണ്ഡലത്തിൽ ആഗ്രഹങ്ങളാണ്, ഇഷ്ടാനിഷ്ടങ്ങളാണ്, രാഗദ്വേഷങ്ങളാണ്. തുടങ്ങുന്നവിടെ C പോയിന്റ് എന്നാണ്. അപ്പോൾ C പോയിന്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതാണ് നിരന്തര സ്മരണ, കോൺസ്റ്റന്റ് റിമംബറൻസ്. പിന്നെ ക്ലീനിങ്, മെഡിറ്റേഷൻ അല്ല. ഹൃദയമണ്ഡലത്തിൽ രാഗദ്വേഷങ്ങളെ നമുക്ക് ക്രമീകരിക്കാം. അവിടെ 5 വലയങ്ങളാന്ന് ബാബുജി മഹാരാജ് പറയും. ഈ മനോമണ്ഡലത്തിലേക്ക് വരുമ്പോഴോ ഈഗോവിൻ്റെ 11 വലയങ്ങളാണ് 5 സ്റ്റേജുകളായിട്ട് ബാബുജി മഹാരാജ് പറഞ്ഞു നേരത്തെ. അതിനെന്ത് ചെയ്യും? അതിനാണ് നമ്മൾ വിനയം നമ്മുടെ ഉള്ളിൽ വളർത്തിയെടുക്കേണ്ടത്. എങ്ങനെ ചെയ്യും? പ്രപഞ്ചനാഥനായ പ്രഭുവിൻ്റെ മുന്നിൽ ഞാൻ എത്ര നിസ്സാരം എന്നുള്ള ഭാവം. ഓ മാസ്റ്റർ, അങ്ങാണ് മാനവ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം. അങ്ങനെയാണ് ബാബുജി മഹാരാജിൻ്റെ ഉള്ളിൽ പ്രാർത്ഥന വന്നത്. അപ്പോൾ പ്രാർത്ഥനയാണ് ഈഗോൻ്റെ എല്ലാ സ്റ്റേജിൽ കൂടി നമുക്ക് കടന്നുപോയി അതിനെ പരിശുദ്ധമാക്കി ഈ നത്തിങ്നെസ് അല്ലെങ്കിൽ ഈഗോലെസ്നെസ് എന്നുള്ള അവസ്ഥയിലേക്ക് പോകാൻ നമ്മളെ സഹായിക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഹാർട്ട്ഫുൾനെസ്സിലെ മെഡിറ്റേഷൻ, ക്ലീനിങ്, പ്രെയർ അടങ്ങുന്ന ഈ വളരെ ലളിതമായ പരിശീലനങ്ങൾ ഈ അവസ്ഥകളിൽ കൂടിയൊക്കെ നമ്മളെ നിഷ്പ്രയാസം കൊണ്ടുപോകുന്നു. എന്താ കാരണം? സംപ്രേഷണത്തിൻ്റെ സഹായത്തോടുകൂടി. അപ്പം ആ അർത്ഥത്തിൽ നത്തിങ്നെസ്, ശൂന്യത, ഈഗോലെസ്നെസ് ഇതെല്ലാം ഒരു പോയിന്റിൽ സംഗമിക്കും. താങ്ക് യു. നമസ്കാരം. വളരെയധികം നന്ദി മോനക്ക. എനിക്ക് തോന്നി നത്തിങ്നെസ് എന്തൊരു വിശാലമായൊരു ടോപ്പിക് ഒരു 30 മിനിറ്റിൽ വളരെ ലളിതമായി, അതും എനിക്ക് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥകളെല്ലാം വാക്കുകളിലൂടെ പറയുന്ന കേട്ടപ്പോൾ ശരിക്കും വളരെ ഭംഗിയായി തോന്നി. ഒപ്പം നമ്മുടെ ഹാർട്ട്ഫുൾനെസ് സാധന പദ്ധതിയുടെ എല്ലാ വശങ്ങളും ടച്ച് ചെയ്ത് സംസാരിച്ചു. എന്തായാലും ഈ ഒരു എപ്പിസോഡ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി സത്സംഗത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് പുതുതായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കായിട്ട് എങ്ങനെയാണ് ധ്യാനിക്കേണ്ടതെന്ന് ഒരിക്കൽ കൂടി പറയാം.
മൃദുവായി കണ്ണുകളടച്ച് എൻ്റെ ഹൃദയത്തിൽ ദിവ്യപ്രകാശത്തിൻ്റെ ഒരു സ്രോതസ്സുണ്ടെന്നും അത് എൻ്റെ ശ്രദ്ധയെ ഉള്ളിലേക്ക് ആകർഷിക്കുന്നു എന്നും സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ ധ്യാനം ആരംഭിക്കുന്നു. ആ സമയത്ത് മറ്റു ചിന്തകൾ വരികയാണെങ്കിൽ സ്വയം ഓർമ്മിപ്പിക്കുക, ഞാൻ എൻ്റെ ഹൃദയത്തിലെ ദിവ്യപ്രകാശത്തിൻ്റെ സ്രോതസ്സിൽ ധ്യാനിക്കുകയാണ്. ഉള്ളിൽ സ്നേഹഭാവവും സാക്ഷിഭാവവും കാത്തു സൂക്ഷിക്കുക. അതിനുശേഷം 9 മണി മുതൽ 9:15 വരെ സാർവലൗകിക പ്രാർത്ഥന. എല്ലാവരിലും സ്നേഹവും ഭക്തിയും വിശ്വാസവും സാഹോദര്യവും നിറയുന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ 15 മിനിറ്റ് ധ്യാനിക്കുന്നു. 9 മണി വരെ നമുക്ക് ധ്യാനിക്കാം സത്സംഗം. അത് കഴിഞ്ഞ് 9 മുതൽ 9:15 വരെ സാർവലൗകിക പ്രാർത്ഥന. ഈ സമയത്ത് നമ്മൾ യൂട്യൂബ് ഡിസ്കണക്ട് ചെയ്യാണ്. താങ്ക് യു. നമസ്കാരം.